ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ടീമിലെ മികച്ചൊരു താരമായിരുന്നു വിരാട് കോഹ്ലി. എന്നാൽ ഇപ്പോൾ കോഹ്ലിക്ക് ദുഃഖവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. IPL കഴിഞ്ഞാൽ ഉടനെ തന്നെ T20 വേൾഡ് കപ്പാണ്. കോഹ്ലി T20 വേൾഡ് കപ്പിൽ ഉണ്ടായിരിക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. മുൻ സെലക്ടറാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കോഹ്ലിയെ ഉറപ്പായിട്ടും T20 വേൾഡ് കപ്പിൽ ഉൾപ്പെടുത്തില്ല. അജിത് അഗാക്കർ തന്നോടിത് പറഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. RCB ടീമിൽ കോഹ്ലി സെഞ്ചുറി അടിച്ചുവെങ്കിലും താരം സ്ലോ ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. അതുകൊണ്ട് ആരാധകർക്കും വിമർശനമുണ്ട്. എന്തായാലും കോഹ്ലി ഇല്ലാത്ത T20 വേൾഡ് കപ്പ് ആയിരിക്കും ഇപ്രാവശ്യത്തേത്. അടുത്തൊരു അപ്ഡേറ്റ് CSK ടീമിനെ സംബന്ധിക്കുന്നതാണ്. ചെന്നൈ ടീമിലെ മികച്ചൊരു താരമാണ് ദീപക് ചഹർ. എന്നാൽ ഇപ്പോൾ ചെന്നൈക്ക് പണി കിട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ മാച്ചിൽ ദീപക് ചഹർ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ താരത്തിൻ്റെ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ദീപക് ചഹറിന് പരിക്കാണ്. അതുകൊണ്ട് അടുത്ത മാച്ചിലും താരം കളിച്ചേക്കില്ല. ദീപക് ചഹർ ഇല്ലെങ്കിൽ അത് ചെന്നൈക്ക് തിരിച്ചടി തന്നെയാണ്. കാരണം താരം മികച്ച രീതിയിൽ ബൗളിംഗ് ചെയ്യും, അതുപോലെ ബാറ്റിംഗ് ചെയ്യും. ഇനിയുള്ള മത്സരങ്ങൾ ചെന്നൈയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേ ഓഫിലേക്ക് കടക്കേണ്ട മത്സരങ്ങളാണ്. അതുകൊണ്ട് ചഹർ ഇല്ലാത്തത് ചെന്നൈക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. പാണ്ഡ്യ ക്യാപ്റ്റനായതുകൊണ്ട് രോഹിത് ശർമ്മ മുംബൈ ടീം വിടുമെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത മെഗാ ഓപ്ഷനിൽ പുതിയൊരു ടീമിലേക്ക് രോഹിത് ശർമ്മ ചേക്കേറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ രോഹിത് ശർമ്മ ലക്നൗ ടീമിലേക്ക് പോകുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ലക്നൗ ടീം രാഹുലിനെ ഒഴിവാക്കാൻ നിൽക്കുകയാണ്. അടുത്ത പ്രാവശ്യം അവർക്ക് ഒരു പുതിയ ക്യാപ്റ്റനെ ആവശ്യമാണ്. രോഹിത്തുമായിട്ട് ലക്നൗ മാനേജ്മെൻറ്റ് സംസാരിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മ ലക്നൗവിൽ പോയാൽ മികച്ചൊരു ടീമാക്കി വളർത്തിയെടുക്കും. രോഹിത്തിന് അതിനുള്ള കഴിവുണ്ട്. മുംബൈ ടീമിൽ ഇപ്പോൾ ആകെപ്പാടെ തർക്കങ്ങളാണ്. രോഹിത് അത്ര ഇഷ്ടത്തോടെയല്ല ടീമിൽ നിൽക്കുന്നത്. ലക്നൗ അടുത്ത ലേലത്തിൽ രോഹിത് ശർമ്മയെ റാഞ്ചാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.